അടിമുടി മാറ്റത്തിനൊരുങ്ങി KSRTC. ജീവനക്കാർക്ക് 1-ാം തീയതി തന്നെ ശമ്പളം ലഭിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കിയതായി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. അടുത്ത 3 മാസത്തിനുള്ളിൽ ഗതാഗത വകുപ്പ് പൂർണ്ണമായും ഓട്ടോമാറ്റിക് ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറുമെന്നും മന്ത്രി KB ഗണേഷ് കുമാർ കോഴിക്കോട്ടെ KLF വേദിയിൽ പറഞ്ഞു. KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾ AC ബസ് ആക്കുന്നതിനുള്ള കൂടിയാലോചനകൾ നടക്കുകയാണ്. ചാർജ് വർധനവില്ലാതെ തന്നെ ഇത് പ്രാബല്യത്തിൽ വരുത്താനുള്ള ട്രയൽ റൺ ഉടൻ ആരംഭിക്കും. അത് വിജയകരമായാൽ ബസ്സുകൾ ഉടൻ നിരത്തിലിറങ്ങും. ട്രെയിൻ ആപ്പുകൾ മാതൃകയിൽ KSRTCക്കും സ്വന്തമായി ആപ്പ് പുറത്തിറക്കുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. കേരളത്തിലെ സാധാരണക്കാർ യാത്ര ചെയ്യുന്ന സൂപ്പർ ഫാസ്റ്റുകളെ ഘട്ടം ഘട്ടമായി റേറ്റ് വർദ്ധിപ്പിക്കാതെ AC ആക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. KSRTC ഓടിക്കൊണ്ടിരിക്കുന്ന കുറേ സൂപ്പർ ഫാസ്റ്റുകൾ നല്ല കണ്ടീഷനുള്ള വണ്ടികളെടുത്ത് ഈ AC വയ്ക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണം. ഒരു ട്രയൽ ആരംഭിക്കും. അത് പൊതുവായി ഞാൻ പറയാം, ആ ട്രയൽ വിജയിച്ചാൽ ഒരു 10, 60, 70 വണ്ടികൾ ഞാൻ AC എന്നുകൂടി സാധാരണക്കാരുടെ യാത്ര ഒരേ ഇന്നത്തെ റേറ്റിൽ തന്നെ വർധനവില്ല, അതേ സൂപ്പർ ഫാസ്റ്റ് റേറ്റിൽ തന്നെ AC യാത്ര ചെയ്യാൻ പറ്റും. ഒരു ആൻഡ്രോയിഡ് ബേസ്ഡ് ടിക്കറ്റ് മെഷീനും വരികയാണ്. വണ്ടിയുടെ പൊസിഷനിങ് എല്ലാം കാണിക്കുന്ന ഒരു ടിക്കറ്റ് മെഷീൻ തുടങ്ങിക്കഴിഞ്ഞു. ഒരു 2 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യും. അത് ചലവ് എന്നൊരു കമ്പനിയായിട്ടുള്ളൊരു ആപ്പാണ്. ആ ആപ്പ് ചലവ് ആപ്പ് നിങ്ങൾക്ക് കിട്ടും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബസ് എവിടെ എത്തി, എപ്പോഴെത്തും, എത്ര സീറ്റ് ഒഴിവുണ്ട്, എനിക്ക് ബുക്ക് ചെയ്യാൻ കഴിയുമോ, ലൈവായി. ആൻഡ്രോയിഡ് ടിക്കറ്റ് മിഷൻ ഉടൻ പ്രാബല്യത്തിൽ വരും. ചലോ എന്ന കമ്പനിയുമായി സഹകരിച്ചാണ് പദ്ധതി. ദീർഘദൂര KSRTCകളിൽ ഭക്ഷണം എത്തിക്കുന്നതിനായി ഓൺലൈനിൽ ഡെലിവറി സംവിധാനം ഉടൻ ആരംഭിക്കും. 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടമായിരുന്നു പൊതുഗതാഗതം നാം മുന്നേറേണ്ടത് എങ്ങനെ എന്ന വിഷയത്തിൽ അവതാരകൻ. 24 കോഴിക്കോട്.